What's up, Chelsea fans, football fans? Welcome back to Chelsea Car N. കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ കേട്ടതാണ്, ചെൽസി കാറിനല്ല, ചെൽസി കാർ എൻ. താങ്ക്സ് ബ്രോ, അടിപൊളി കമന്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്, നല്ലൊരു എന്താ പറയുക, ഒരു ഒരു ട്രോൾ, ഒരു തീം. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ട്രൂ, ചെൽസി കാർ എൻ അല്ലേ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ള എസ്താവോ വില്ലിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഡ്യൂഡ് ഓഡീഷൻ 10 out of 10. ചെൽസിക്ക് വേണ്ടിയിട്ടുള്ള, ഐ മീൻ ഹീസ് ഓൾറെഡി ഒരു ചെൽസി പ്ലെയർ ആണ്, നമ്മൾ കൂടുതൽ പറയേണ്ടതല്ല. ബട്ട് ദാറ്റ് ഓഡീഷൻ വാസ് ഫാന്റാസ്റ്റിക്, എക്സെപ്ഷണൽ. കുക്കറായിട്ടുള്ള ഒരു ഗുസ്തിയും മത്സരവും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ രസമുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കളി കണ്ടതിൽ എന്റെ ഇംപ്രഷൻ എന്തായിരുന്നു എസ്താവോ വില്ലിനെ കുറിച്ചിട്ട്, ഞാൻ എന്ത് കണ്ടിട്ടാണ് വൈ എം എക്സൈറ്റഡ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കോൾ പാൽമർ പറഞ്ഞു, ഹീസ് യങ്, ഹീസ് 18, ഹീസ് എ ഫാന്റാസ്റ്റിക് പ്ലെയർ, പക്ഷെ ടൈം കൊടുക്കണം, ലാംഗ്വേജും കൾച്ചറും ആയിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യണം. കോൾ പാൽമർ എന്താണ് എസ്താവോ വില്ലിനോട് പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ കോൾ പാൽമർ പറഞ്ഞു, വി ആർ എക്സൈറ്റഡ് ടു ഹാവ് യു നെക്സ്റ്റ് സീസൺ. പക്ഷെ അവനൊന്നും മനസ്സിലായില്ല. ടിപ്പിക്കൽ കോൾ പാൽമർ ഇന്റർവ്യൂ. ആൻഡ് ഹിസ് വെരി ടാലന്റഡ്, എല്ലാം ഓക്കെ. ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, എസ്താവോ വില്ലിയൻ വേഴ്സസ് കെൻഡി പയസ്, ചെൽസി ഒരു 2 പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന സമയത്ത് ദ PR വാസ് ഫോർ കെൻഡി പയസ്. കെൻഡി പയസിന് വേണ്ടിയിട്ടുള്ള PR വാസ് ഇൻസെയിൻ. കാരണം അവനായിരുന്നു എല്ലാവരും ഹൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ. ഹി വാസ് കൺസിഡേർഡ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ് നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത്. അതേ സമയത്ത് എസ്താവോ വില്ലിയൻ എന്ന് പറയുന്ന പ്ലെയറിനെ കുറിച്ച് കാര്യമായിട്ട് ജനറൽ പബ്ലിക്കിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കെൻഡി പയസിനുണ്ടായ ഒരു ഹൈപ്പ് എസ്താവോ വില്ലിയൻ ഉണ്ടായിട്ടില്ല. ആൻഡ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് എസ്താവോ വില്ലിയനെ കുറിച്ച് വായിക്കുമ്പോൾ പലവരും പറയുന്നത് ദ റിയൽ ഡീൽ ഇസ് എസ്താവോ വില്ലിയൻ. ചെൽസിയുടെ മെയിൻ ഡീൽ ഹാസ് ബീൻ വില്ലിയൻ ആൻഡ് നോട്ട് കെൻഡി പയസ് എന്നുള്ള കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വൺസ് ചെൽസി സൈൻ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പതുക്കെ ഹൈപ്പ് ട്രെയിൻ കൂടാൻ തുടങ്ങി. ആൻഡ് ഒരു കണക്കിന് ബ്രസീൽ മൊത്തത്തിൽ എക്സൈറ്റഡ് ആണ് എസ്താവോനെ കാണാനായിട്ട്. നെയ്മാറിന് ശേഷം അവർ റേറ്റ് ചെയ്യുന്ന ഒരു ടാലന്റ് ആണ് എസ്താവോ. സോ ഇമാജിൻ ആ ഒരു പ്രഷർ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ആ പ്രഷറിൽ കഴിഞ്ഞ ഒരു സീസൺ പാൽമേരസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ വേൾഡ് കപ്പിൽ കണ്ട കളികളിലെല്ലാം ദിസ് ഡ്യൂഡ് ഹാസ് ബീൻ കൺസിസ്റ്റന്റ് ഇൻ പെർഫോമൻസ്. ഔട്ട്പുട്ട് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്, ചില ഗോൾ സ്കോറിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട്. ബട്ട് ദാറ്റ് വിൽ ഇംപ്രൂവ്. കാരണം ബേസിക്സ് ശരിയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറക്റ്റായി വരും. ആൻഡ് ആ ഔട്ട്പുട്ട് വരാൻ കുറച്ച് എക്സ്പീരിയൻസും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ബെറ്റർ ഔട്ട്പുട്ട്. ആൻഡ് ചെൽസിക്കെതിരെയുള്ള മത്സരത്തിൽ, ക്ലബ് വേൾഡ് കപ്പ്, ക്വാർട്ടർ ഫൈനൽസ്, ഇവൻ കളിച്ച കളി ഒരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ കളിക്കുന്ന രീതിയിലാണ് കളിച്ചത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു പാൽമേരസ്. ബ്രസീലിയൻ ടീംസ് ആർ ബിൽഡ് ഡിഫറെന്റ്. അവരുടെ ബോൾ കൺട്രോളിങ്ങും അവരുടെ ഡ്രിബ്ലിങ്ങും അവരുടെ ഫ്ലെയറും അതൊരു വേറെ ലെവല് തന്നെയാണോ. ഇന്നലെ മറ്റേ പൊളീനിയോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് വന്നിട്ട് കാണികളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവന്മാര് നമ്മൾ ഇനി സ്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്കൗട്ട് ചെയ്താൽ മതി എന്നായിരുന്നു എന്റെ മനസ്സിൽ. കാരണം ദിസ് ഇസ് എക്സെപ്ഷണൽ. ആൻഡ് ആ എക്സെപ്ഷണൽ ലിസ്റ്റിലെ എക്സെപ്ഷണൽ പ്ലെയർ ആണ് എസ്താവോ. ആൻഡ് നമുക്കെതിരെ ദിസ് ഡ്യൂഡ് ഡിൻ ഫീൽ ഒരു 18-19 വയസ്സ് തന്റെ ക്വാർട്ടർ ഫൈനൽസ് കളിക്കുന്നു. പ്രഷർ, സോറി ബ്രദർ, ഇറ്റ് ഡസൻ ഗെറ്റ് ടു മീ. ആൻഡ് കുക്കറയായിട്ടുള്ളൊരു 1-on-1 കാണാൻ രസമായിരുന്നു. കോൾവിലിനെ ഉന്തി തള്ളിയിട്ടു. ആൻഡ് കുക്കറേനെ നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് 1-on-1 ഡിഫൻഡേഴ്സ്. കുക്കറയ അഗ്രസീവ് ആണ്, ഹീസ് ബ്രില്യന്റ് ഇൻ ട്രാക്കിംഗ് ബാക്ക്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ദാറ്റ് ബാറ്റിൽ വാസ് റിയലി ഗുഡ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എസ്താവോ വില്ലിയന്റെ പെർഫോമൻസ് ഹാസ് ബീൻ സോളിഡ്. കൈസഡോവും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാമായിരുന്നു. കാരണം നമ്മൾ പ്രത്യേകിച്ച് എസ്താവോ വില്ലിയനെ കുറെ ഇടിച്ചിടാനൊക്കെ നോക്കുകയായിരുന്നു. വെൽക്കം ടു പ്രീമിയർ ലീഗ് എസ്താവോ, ഇതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പോണേ. പക്ഷെ ആ ഒരു ഓഡീഷൻ എസ്താവോ വില്ലിയൻ ഹാൻഡിൽ ചെയ്തു, പ്രഷറുകളൊന്നും എടുത്തില്ല. ആൻഡ് ദാറ്റ് ഫിനിഷ്, ബ്ലഡി ഹെൽ. ഒരു 1 in 99 ഷോട്ടുകൾ അതേ ആംഗിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 100 എണ്ണത്തിൽ നിന്ന് ഈ ഒരെണ്ണേ കൺവേർട്ട് ആവുള്ളൂ. ദാറ്റ് അത്രയ്ക്ക് ടൈറ്റ് മാർജിനിലായിരുന്നു ആ ഒരു ഷോട്ട്. കോൾവിലിനെയോ സാഞ്ചസിനെയോ ഒന്നും പറയാനില്ല. സാഞ്ചസിനൊക്കെ ഞാൻ പൊരിക്കുന്ന ഒരാളാണ്, ഇതിലൊന്നും പറയാനില്ല. ഇറ്റ് വാസ് എക്സെപ്ഷണൽ. മേ ബി ദി ഓൺലി മിസ്റ്റേക്ക് സാഞ്ചസ് ഡിഡ് വാസ് അവൻ ആ സെക്കൻഡ് പോസ്റ്റ് കുറച്ചും കൂടെ കവർ ചെയ്യുന്നു. പക്ഷെ ആ പവറിൽ എന്നാലും അവന് തടുക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് വാസ് ദാറ്റ് ഓഫ് എ റോക്കറ്റ്. മാനുവൽ നോയാണ് ബയൺ മ്യൂണിക്കിനെതിരെ ഒരു ഗോൾ അടിച്ചല്ലോ, സ്ട്രേറ്റ് തലയുടെ മേലിൽ കൂടെ ഒരു ഗോൾ അടിച്ചു. ഞാൻ മറന്നു ഏതായതാണ് ആ റോക്കറ്റ് ഷോട്ട്. അതുപോലെ ഒരു റോക്കറ്റ് ഷോട്ട് ആയിരുന്നു. സോ എസ്താവോ വില്ലിയൻ
ഫാന്റാസ്റ്റിക് ഓഡിഷൻ, ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ആൻഡ് ഇനി ഒരു പൊസിഷൻ ബേസ്ഡ് ടീമിലേക്ക് വരുമ്പോൾ ഡ്യൂഡ്, we can expect him, Joao Pedro, Santos, the Brazilian Samba, Cole Palmer. I'm excited. ഒറ്റ ഒരു പേടിയേ ഉള്ളൂ, മെറസ്ക ചിലപ്പോ പുള്ളിക്കാരനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ഡിസംബർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോണി മാഡോയ്ക്കിനെ അടിച്ചിട്ട് ഓടിക്കേണ്ടി വരും. ബട്ട് ഹാപ്പി, റിയലി ഹാപ്പി വിത്ത് ഹിസ് പെർഫോമൻസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹൈപ്പ് ട്രെയിനിന് ശേഷം ഞാനും ആ ഹൈപ്പ് ട്രെയിനിലേക്ക് കയറുകയാണ്. ദി ഹൈപ്പ് ട്രെയിൻ ഓഫ് ദി ബ്രസീലിയൻ വണ്ടർ കിഡ് കോൾഡ് എസ്താവോ വില്യൻ. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ comment section. Thank you so much for watching. Signing off SK from Chelsea Karan.